ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ സെഷനിൽ വീസ്റ്റൺ ബ്രിഡ്ജിൽ നിന്നുള്ള MCQs ആണ് ചെയ്യുന്നത്. വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം ഈ MCQs കൂടി ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. വീസ്റ്റൺ ബ്രിഡ്ജ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാഷ് റെസിസ്റ്റേഴ്സ് യൂസ്ഡ് ഫോർ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ A 3, ഓപ്ഷൻ B 6, ഓപ്ഷൻ C 5, ഓപ്ഷൻ D 4. വീസ്റ്റൺ ബ്രിഡ്ജിൽ എത്ര നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 4 അല്ലേ? ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. വീസ്റ്റൺ ബ്രിഡ്ജ് ഹാസ് 4 നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. P, Q, R, S. ബ്രിഡ്ജിൽ കാണിച്ചിട്ടുണ്ട് P, Q, R, S. ഇതിൽ Pയും Qവും സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ആണ്. ആൻഡ് S is a variable resistance and R is the unknown resistance. Question number 2. The Wheatstone bridge is widely used for precision measurement of resistance. Options are option A from 1 ohm to few mega ohms, B very low resistance, C very high resistance, and D 1 milli ohm to 10 kilo ohm. ഇതാണ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? മീഡിയം റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റിനാണ് വീസ്റ്റൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയം റെസിസ്റ്റൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 1 ohm to few mega ohms. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. വീസ്റ്റൺ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം 1 ohm to few mega ohms. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മീഡിയം റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്. Question number 3. The Wheatstone bridge is said to be balanced when statement 1 VB is equal to VD, statement 2 zero current flow through galvanometer. അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കുന്നത് ഏത് കണ്ടീഷനിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ A only statement 1 is correct, ഓപ്ഷൻ B only statement 2 is correct, and ഓപ്ഷൻ C only when both the statements are correct, ഓപ്ഷൻ D none of the above. ഏതാണ് വീസ്റ്റൺ ബ്രിഡ്ജ് എപ്പോഴാണ് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നത്? ബാലൻസ്ഡ് കണ്ടീഷൻ എന്താണ്? ദ ബ്രിഡ്ജ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ് വെൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഗാൽവനോമീറ്റർ ഈസ് 0 അല്ലേ? സോ 0 കറണ്ട് ഫ്ലോ ത്രൂ ദ ഗാൽവനോമീറ്റർ കറക്റ്റാണ്. ആ ഒരു കണ്ടീഷൻ കിട്ടണമെങ്കിൽ എങ്ങനെയായിരിക്കണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് B ആൻഡ് D ഷുഡ് ബി 0. ദാറ്റ് ഈസ് VB ഷുഡ് ബി ഈക്വൽ ടു VD. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഓൺലി വെൻ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഇനി ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്താണ്? റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? അതായത് ഓപ്പോസിറ്റ് ആംസിലെ റെസിസ്റ്റൻസിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് P ഇൻറ്റു S ഷുഡ് ബി ഈക്വൽ ടു QR. ഇതാണ് ബാലൻസ്ഡ് കണ്ടീഷനിലുള്ള ഇക്വേഷൻ. യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് R. Question number 4. In the given figure, the current flowing through 1 ohm resistor is. Options are option A 0 ampere, option B 1/5 ampere, option C 25/7 ampere, and option D 7/25 ampere. അപ്പോൾ ഇവിടെ ഒരു വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1 ohm റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ആ 1 ohm റെസിസ്റ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. ബാലൻസ്ഡ് കണ്ടീഷനിൽ 1 ohm റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ 0 ആയിരിക്കും. സോ നമുക്ക് ആദ്യം ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് അറിയണം. അതിനായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആംസിൻ്റെ റെസിസ്റ്റൻസിൻ്റെ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ ഈക്വൽ ആണോ നോക്കുക. അതായത് P ഇൻറ്റു S ഈസ് ഈക്വൽ ടു QR. അപ്പോൾ ഇവിടെ P, Q, R ആൻഡ് S. ഇപ്പോൾ പ്രോഡക്ട്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? P ഇൻറ്റു S, അതായത് 4 × 5
ആൻഡ് Q ഇൻറ്റു R ഈക്വൽസ് 10 ഇൻറ്റു 2 20 ആണ്. രണ്ടും ഈക്വൽ ആണ് അല്ലേ? സോ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ എ, 0 ആംപിയർ. സോ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലായതുകൊണ്ട് 1 ഓം റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആംപിയർ ആയിരിക്കും. Question number 5. If the LED is not glowing in the following circuit, what is the value of R? Options are option A 7 ohm, option B 4 ohm, option C 3 ohm and option D 5 ohm. അപ്പോൾ ഇവിടെ നമുക്ക് വീസ്റ്റേൺസ് ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രിഡ്ജിനിടയ്ക്ക് ഒരു LED ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദ LED ഗിവൺ. അപ്പോൾ ഈ LED ഗ്ലോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. LED ഗ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ആ ഒരു ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഫ്ലോ ഇല്ല. ദാറ്റ് മീൻസ് ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഓപ്പോസിറ്റ് ആംസിൻ്റെ റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് വരിക? 5 ഇൻറ്റു 7 ഈക്വൽസ് 5 ഇൻറ്റു R. സോ ഇതിൽ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 7 ഓംസ് എന്ന് കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 7 ഓം. Question number 6. Wheatstone bridge is a, options are option A AC bridge, option B DC bridge, option C high voltage bridge and option D power dissipation bridge. Wheatstone bridge ഇതിൽ ഏത് കാറ്റഗറിയാണ് വരിക? Wheatstone bridge ഒരു DC bridge ആണ് അല്ലേ? ഓപ്ഷൻ ബി ഈസ് എ റൈറ്റ് ആൻസർ. Wheatstone bridge ഈസ് എ DC bridge. ഇപ്പോൾ DC ബ്രിഡ്ജസിൽ വരുന്നതാണ് Wheatstone bridge, Kelvin bridge, മെഗാ ഓം ബ്രിഡ്ജ്. ഇത് മൂന്നും റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. കെൽവിൻ ബ്രിഡ്ജ് ലോ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിനും മെഗാ ഓം ബ്രിഡ്ജ് ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിനും യൂസ് ചെയ്യുന്നു. വീസ്റ്റേൺ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മീഡിയം റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്. ഇനി എ സി ബ്രിഡ്ജസിൽ വരുന്നതാണ് മാക്സ്വെൽ ബ്രിഡ്ജ്, ഷെറിംഗ് ബ്രിഡ്ജ്, ഓവൻ ബ്രിഡ്ജ് എക്സെട്ര. ഇതൊക്കെ തന്നെയും ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് അങ്ങനെയുള്ള റിയാക്റ്റീവ് കമ്പോണൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Question number 7. Which of the following is not true about Wheatstone bridge? Options are option A, it is used to measure the electrical resistance. Option B, it works on the principle of null deflection. Option C, meter bridge works on the principle of Wheatstone bridge. Option D, it is used to measure the internal resistance of the battery. അപ്പോൾ Wheatstone ബ്രിഡ്ജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ്? ഓപ്ഷൻ എ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അത് കറക്റ്റാണ് അല്ലേ? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് Wheatstone ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഓപ്ഷൻ ബി എന്താണ്? ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് നൾ ഡിഫ്ലക്ഷൻ. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് അല്ലേ? ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് ഫ്ലോ 0 ആയിരിക്കും. നൾ ഡിഫ്ലക്ഷൻ പ്രിൻസിപ്പിളാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി എന്താണ്? മീറ്റർ ബ്രിഡ്ജ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് Wheatstone ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് എന്താണ്? ഒരു കോയിലിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെയിം ആസ് Wheatstone ബ്രിഡ്ജ്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇനി ഓപ്ഷൻ ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബാറ്ററി. അപ്പോൾ ബാറ്ററിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ Wheatstone ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ ഡി ഈസ് റോങ്. നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അതായത് Wheatstone ബ്രിഡ്ജ് ബാറ്ററിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Question number 8.
What will be the equivalent resistance between A and B? Options are option A 30 ohm, option B 50 ohms, option C 10 ohm and option D 40 ohm. ഇപ്പോൾ ഇവിടെ ഒരു വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ എന്നാണ്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ നോക്കാൻ ഒന്നുകിൽ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംസിൻ്റെ റെസിസ്റ്റൻസിൻ്റെ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ അത് ഈക്വൽ ആണോ നോക്കുക. സോ 10 × 10 ഈക്വൽ ടു 10 × 10. സോ റെസിസ്റ്റൻസ് പ്രോഡക്ട്സ് എടുക്കുമ്പോൾ ഈക്വൽ ആണ് വരുന്നത് അല്ലേ. ഹെൻസ് വി ക്യാൻ സേ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പോൾ ബാലൻസ്ഡ് ആകുമ്പോൾ ഈ മിഡിൽ 10 ohmiൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി റെസിസ്റ്റൻസ് വെച്ചിട്ട് ഇതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇങ്ങനെ വരും. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട് വരിക. മിഡിൽ ആം ഉണ്ടാവില്ല. സോ ഹിയർ ഇറ്റ് വിൽ ബി all resistance values are 10 ohm, 10 ohm, 10 ohm, 10 ohm. So 10, 10, 10, 10. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ രണ്ട് 10 ohms സീരീസിലാണ് വരിക അല്ലേ. ഈ 10 ohmഉം ഈ 10 ohmഉം സീരീസിൽ വരുന്നു. ആൻഡ് ഹിയർ ഓൾസോ 10 ohm 10 ohm സീരീസിലാണ്. ആൻഡ് they are in parallel with each other alle. So we can write 10 plus 10 സീരീസിൽ വരുന്നത് ആ കോമ്പിനേഷൻ പാരലൽ ആയിട്ടാണ് വരുന്നത്. ദ അതർ 10 സീരീസ് കണക്ഷനുമായിട്ട് പാരലൽ ആയിട്ട് വരുന്നു. 10 plus 10 ഇങ്ങനെയാണ് വരിക. So we will get 20 parallel 20. ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ റെസിസ്റ്റൻസ് എന്ത് കിട്ടും? 10 ohms ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, 10 ohm. സൊല്യൂഷൻ ഈസ് ഗിവൻ ഹിയർ. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയതുകൊണ്ട് മിഡിൽ 10 ohm ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ വി ഹാവ് ടു കൺസിഡർ ദ അതർ 4 റെസിസ്റ്റൻസസ് ഓൺലി. അത് വെച്ചിട്ട് നമുക്ക് ആൻസർ വരുന്നത് 10 ohm. Question number 9. Which of the following factors decide the accuracy in a bridge measurement? 4 factors നമുക്ക് തന്നിട്ടുണ്ട്. 1. Accuracy of the null indicator. 2. Accuracy of the bridge components. 3. Sensitivity of the null indicator. 4. Applied voltage to the bridge system. Select the correct answer using the codes given below. Option A 1 and 2. Option B 2 and 3. Option C 3 and 4. And option D 1 and 3. അപ്പോൾ ബ്രിഡ്ജ് മെഷർമെൻറ്റിൻ്റെ ആക്യുറസിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം അതിൽ നൾ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ബ്രിഡ്ജ് കമ്പോണൻസ്, അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ചത് വീസ്റ്റൺ ബ്രിഡ്ജാണ്. അതിൽ വരുന്നത് റെസിസ്റ്റൻസ്, 4 റെസിസ്റ്റൻസ് ആംസ് ആണ്. സോ ഇത് രണ്ടുമാണ് ബ്രിഡ്ജിൻ്റെ ആക്യുറസിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ നൾ ഇൻഡിക്കേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ ആക്യുറസി ആണോ സെൻസിറ്റിവിറ്റി ആണോ പറയുന്നത്? നമ്മൾ സെൻസിറ്റിവിറ്റി ആണ് അല്ലേ. So sensitivity of the null indicator and accuracy of the bridge components, അതായത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ്. സോ ഇത് രണ്ടുമാണ് ആക്യുറസി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. 4th തന്നിരിക്കുന്നത് അപ്ലൈഡ് വോൾട്ടേജ് ടു ദ ബ്രിഡ്ജ് സിസ്റ്റം, അത് അഫക്റ്റ് ചെയ്യുന്നില്ല ആക്യുറസിയെ. സോ ഹിയർ ദ ആൻസർ ഇസ് 2 and 3. ഓപ്ഷൻ ബി ആണ് വരുന്നത്. Accuracy of the bridge components and sensitivity of the null indicator determine the accuracy in a bridge measurement. Question number 10. In a balanced Wheatstone bridge, if the positions of galvanometer and source are interchanged, what will happen? Options are option A, galvanometer will show positive deflection. Option B, galvanometer will show 0 deflection. Option C, galvanometer will show negative deflection. And option D, pointer will oscillate about 0 position. ഇപ്പോൾ ഒരു ബാലൻസ്ഡ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗാൽവനോമീറ്ററും സോഴ്സും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തെങ്കിലും സംഭവിക്കുമോ അവിടെ?
നത്തിങ് ഹാപ്പൻസ് അല്ലേ, സെയിം തന്നെ ആയിരിക്കും വരിക. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഗാൽവനോമീറ്റർ വിൽ ഷോ സീറോ ഡിഫ്ലക്ഷൻ. അപ്പോൾ സോഴ്സിൻ്റെയും ഗാൽവനോമീറ്ററിൻ്റെയും പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ ആയിരിക്കും കാണിക്കുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റെസിപ്രോസിറ്റി തിയറം വെച്ചിട്ടാണ് നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ റെസിപ്രോസിറ്റി തിയറം. ബൈലാറ്ററൽ ലീനിയർ നെറ്റ്വർക്സിലാണ് ഈ തിയറം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഏത് നെറ്റ്വർക്കിലും നമ്മൾ കറണ്ട് സോഴ്സിൻ്റെയും വോൾട്ടേജ് സോഴ്സിൻ്റെയും പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജിനും കറൻറ്റിനും വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് ഈ തിയറം പറയുന്നത്. ഇൻ എനി നെറ്റ്വർക്ക്, ഇഫ് ദ ലൊക്കേഷൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് സോഴ്സസ് ആർ ഇൻ്റർചേഞ്ച്ഡ്, ദ സെയിം ഓർ ഈക്വൽ എമൗണ്ട്സ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് പിക്ചറിൽ വോൾട്ടേജ് സോഴ്സിൻ്റെയും കറണ്ട് സോഴ്സിൻ്റെയും ലൊക്കേഷൻ കണ്ടില്ലേ. സെക്കൻഡ് പിക്ചറിൽ അത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ റെസിപ്രോസിറ്റി തിയറം പറയുന്നത് ഈ രണ്ട് സർക്യൂട്ടിലും സെയിം എമൗണ്ട് ഓഫ് വോൾട്ടേജും കറണ്ടും ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് തന്നെയാണ് നമ്മളിപ്പോൾ ബാലൻസ്ഡ് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ കേസിലും പറഞ്ഞത്. ഗാൽവനോമീറ്ററും സോഴ്സും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ബാലൻസ്ഡ് വീസ്റ്റൺ ബ്രിഡ്ജിൽ ഗാൽവനോമീറ്റർ വിൽ ഷോ സീറോ ഡിഫ്ലക്ഷൻ ഓൺലി. താങ്ക് യു.